ഒരിക്കൽ ഒരേ കലാലയത്തിൽ ഒരുമിച്ച് കൊടി പിടിച്ചവർ കാലങ്ങൾക്കു ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ആ കൂട്ടുകാർ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം അവർ വീണ്ടും ആ കലാലയ മുറ്റത്തൊത്തുകൂടി. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നിന്ന് ആയിഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാടെങ്ങും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. പക്ഷെ പാലക്കാട് വിക്ടോറിയ കോളേജിന് പറയാനുള്ളത്, ഓർത്തെടുക്കാനുള്ളത് കുറച്ച് പഴയ ഓർമ്മകളാണ്, പഴയ മുദ്രാവാക്യം വിളികളാണ്. ഈ വിക്ടോറിയ കോളേജിൽ ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന, ഒരേ മുദ്രാവാക്യം വിളിച്ചിരുന്ന അന്നത്തെ കുറച്ച് KSU സാരഥികൾ അവരിന്ന് UDFന്റെ സ്ഥാനാർത്ഥികളായി വിവിധ വാർഡുകളിൽ നിന്ന്, പഞ്ചായത്തുകളിൽ നിന്നൊക്കെ മത്സരിക്കുകയാണ്. ആ സഹപാഠികൾക്കൊപ്പമാണ് 24 ഇന്നുള്ളത്. അപ്പൊ അജാസിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. അജാസ്, ഞാൻ ഇതേ ക്ലാസ് മുറിയിൽ ഇതേ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പിന് കോളേജിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് UUC ആയിട്ടുണ്ട്. പിന്നീട് ഞാൻ ചെയർമാനായി. ആ വിജയം തന്നെയായിരിക്കാം എൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ഒരു അവസരം പാർട്ടി ഇപ്പോൾ തന്നിരിക്കുകയാണ്. പഴയ കോളേജിലോട്ടൊക്കെ എത്തിയപ്പോൾ കോളേജ് ഓർമ്മകളൊക്കെ വന്നു? അതെ, സത്യമായിട്ട് ഓർമ്മകൾ വന്നു. നോമിനേഷൻ കഴിഞ്ഞ് ആദ്യമായിട്ട് വരുന്നു ക്യാമ്പസിലോട്ടാണ്. അപ്പോൾ വളരെ സന്തോഷം. കാരണം ഈ ഒരു ഇലക്ഷനിലോട്ട് എന്നെ നേരിടാൻ തയ്യാറെടുപ്പിച്ചതും എൻ്റെ ഈ ക്യാമ്പസാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ആ പുറത്തുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആ ചൂടൊക്കെ മാറി വീണ്ടും പഴയ KSUക്കാരായിട്ട് പഴയൊരു ക്യാമ്പസ് ജീവിതത്തിലേക്ക് വന്ന പോലൊരു ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത്. സമരരംഗങ്ങളിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്. പറയുകയാണെങ്കിൽ അജാസും ഞാനും ഉൾപ്പെടെ ഒരുമിച്ച് ജയിലിലടക്കം കിടന്നിട്ടുണ്ട് ഈ വിക്ടോറിയ കഴിഞ്ഞ് പുറത്തുണ്ടായ സമരങ്ങളിലൊക്കെ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നെ ഈ വിക്ടോറിയ ചേർത്ത് നിർത്തുന്നുണ്ട് എന്ന് കൂടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ആള് വോട്ട് ചോദിക്കലും കല്യാണം പറച്ചിലൊക്കെ ഒന്നിച്ചാണെന്ന് കേട്ടു. കല്യാണം എപ്പോഴാണ്? കല്യാണം ജനുവരി 28-നാണ്. വുഡ് ബി മത്സരിക്കുന്നുണ്ട് പല്ലശ്ശന ഡിവിഷനിൽ നിന്ന് നെമാറ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്. ഞാൻ കല്ലേപ്പള്ളി പഞ്ചായത്തിലെ മരുതറോഡ് പഞ്ചായത്തിലെ കല്ലേപ്പള്ളി വാർഡിൽ നിന്നാണ്, വെസ്റ്റ് വാർഡിൽ നിന്ന് 18ാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. കൂട്ടത്തിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണല്ലേ? കൂട്ടത്തിലെ ഏറ്റവും ജൂനിയർ തന്നെയാണ്. അങ്ങനെ അപ്പോൾ ഞാൻ വിക്ടോറിയ കോളേജിൽ തന്നെ തുടക്കം. ഞാൻ 1 കൊല്ലമായിട്ടുള്ളൂ പാസ് ഔട്ട് ആയിട്ട്. അപ്പോൾ പണ്ട് സഹപാഠികൾക്കൊപ്പം കോളേജിൽ വോട്ട് ചോദിച്ച് നടന്നു, ഇപ്പോൾ ഒന്നിച്ച് ജനവിധി തേടാൻ ഇറങ്ങുന്നു. നിലവിലും കോളേജ് രാഷ്ട്രീയത്തിൽ സജീവം തന്നെയാണ്. അതിനിടയിലാണ് പാർട്ടി ഇത്തരത്തിൽ വലിയൊരു അവസരം നമുക്ക് തന്നിട്ടുള്ളത്. അന്നത്തെ ആ മുദ്രാവാക്യം ഒരിക്കൽ കൂടി ആവേശത്തോടെ, കൂടുതൽ ഊർജത്തോടെ വിളിക്കുകയാണ് ഈ സഹപാഠികൾ. അതിനേക്കാൾ ആത്മവിശ്വാസത്തോടെ എന്നിട്ടവർ ജനവിധിക്ക് ഒന്നിച്ചിറങ്ങുകയാണ്. വിക്ടോറിയയിൽ നിന്ന് ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ആയിഷത്തുൽ ഷംന, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.